ഹലോ ബേസ്കേരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാദേവന് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ശങ്കർ, ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ. എന്നിട്ട് പറയുകയാണ്, കുട്ടി ശങ്കര അതിൻ്റെ ഒരു ആഗ്രഹത്തിന് അച്ഛനെതിരല്ല എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ ശങ്കർബായോട് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഗംഗ പറയുന്നുണ്ട്, നമ്മുടെ ഗൗരിയുടെ പിറന്നാളിന് എൻ്റെ വകയൊരു ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു സെലിബ്രിറ്റിയെ തന്നെ കൊണ്ടുവരും എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ശേഖരൻ ചോദിക്കുക, പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മഹാദേവൻ പറയുന്നുണ്ട്, എടാ കോഴി ശേഖര നീ ഒന്ന് അടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും ഗംഗ പറയുന്നുണ്ട്, എന്തായാലും ശേഖരേട്ടന് സന്തോഷിക്കാൻ വകുപ്പുണ്ട്, പെണ്ണ് തന്നെയാണ് വരുന്നതെന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശേഖരന് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുകയാണ് കേട്ടോ. രാധാമണി തങ്കച്ചിക്ക് മാത്രം ഇങ്ങേര് ഇത് എന്തുദ്ദേശിച്ചാന്നുള്ള രീതിയിൽ ദേഷ്യവും അരിശമൊക്കെ വന്നിങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ ശങ്കർബായി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗയോട്, അതാരാടി അങ്ങനെ ഒരു സെലിബ്രിറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗംഗ പറയുന്നുണ്ട്, അതൊക്കെ സർപ്രൈസ് തന്നെയായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുവാണ് കേട്ടോ. മഹാദേവനും ചോദിക്കുന്നുണ്ട്, എന്നാലും അതാരാ ഗംഗമോളെ എന്ന് ചോദിക്കുമ്പോൾ ദേവം അമ്മ അത് സർപ്രൈസ് അല്ലേ, അന്ന് അറിഞ്ഞാൽ മതിയെന്ന് പറയുവാണ് കേട്ടോ. പിന്നെ ആദർശിനെ കാണിക്കുവാണ് കേട്ടോ ഓഫീസിൽ. ആ സമയത്ത് നമ്മുടെ ശിവരഞ്ജനി അങ്ങ് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടൻ വന്ന ഫസ്റ്റ് ദിവസം എനിക്ക് മീറ്റിങ്ങിന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുവാണ്, താൻ ഇതുവരെ ഇവിടുന്ന് പോയില്ലേ, ഞാനോടത്ത് ട്രാൻസ്ഫർ മേടിച്ച് പോയി കാണും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ശിവരഞ്ജനി ചോദിക്കുന്നുണ്ട്, ഞാൻ പോകണമെന്ന് ആദർശേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് പറയുവാണ്, താൻ നിനക്ക് വയ്യാണ്ടിരുന്ന, നീ മാനസികമായിട്ട് തളർന്നിരുന്ന സമയത്ത് നിന്നെ സഹായിച്ചു എന്നല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ ഞാൻ ആവശ്യത്തിലേറെ അനുഭവിച്ചു. ഇപ്പം എനിക്ക് നിന്നെ കാണുന്ന അത്രയും വെറുപ്പ് വേറെ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ പോകണമെന്ന് ഞാൻ പറയുന്നുണ്ട് എന്ന് പറയുവാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ട്രാൻസ്ഫർ മേടിച്ച് പോകാമെങ്കിൽ അത്രയും ഉപകാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അധിക്ഷേപിക്കുവാണ് കേട്ടോ ശിവരഞ്ജനീനെ ഓരോന്ന് പറഞ്ഞ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഫ്രണ്ടായിട്ടോ നിന്നെയോ, അതിനുള്ള ഒരു ക്വാളിറ്റി നിനക്കില്ല എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് നിർത്തി ആദർശ് ഓരോന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശിവരഞ്ജനിക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. തിരിച്ചു പോകാൻ നേരത്ത് ഒന്നും കൂടെ ആദർശിനെ നോക്കുന്നുണ്ട്, ആദർശ് എന്തെങ്കിലും പറയും പോട്ടെ എന്നൊക്കെ പറയുമായിരിക്കും എന്നോർത്ത്. എന്നിട്ടും ആദർശ് ഒന്നും പറയാത്ത ദേഷ്യത്തിൽ അപ്പം തന്നെ ശിവരഞ്ജനി ഫോൺ എടുത്തിട്ട് ധ്രുവനെ വിളിക്കുവാണ് കേട്ടോ. ധ്രുവനെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ആ പഴയ സെൽഫ് റെസ്പെക്റ്റ് തിരിച്ചു വേണം, ആദർശാണെങ്കിൽ തന്നെ അപമാനിച്ചു, ഒരു ഫ്രണ്ടായിട്ട് പോലും കണക്കാക്കാൻ കൊള്ളാത്ത പെണ്ണാ ഞാനെന്ന് പറഞ്ഞു എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ധ്രുവൻ പറയുക, നീ വിഷമിക്കേണ്ട, നീ പഴയ ശിവാനി ആവുകയാണെങ്കിൽ നിനക്കിനി എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരും എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് ശിവരഞ്ജനി പറയും, ആ വേണി എൻ്റെ കരണത്തിനടിച്ചു, ഇപ്പം ദേ ആദർശാണ് എന്നെ ഒരു ഫ്രണ്ടാക്കാൻ പോലും കൊള്ളാത്ത പെണ്ണാ ഞാനെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചു, അതിന് തിരിച്ച് എനിക്ക് പരിഹാരമായിട്ട് എനിക്ക് എന്തെങ്കിലും അവരോട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അയാൾ നാണം കയറണം, അവളും നാണം കയറണം, അങ്ങനെ വിഷമിച്ച് വേദനിച്ച് നിൽക്കുന്ന അവരെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. ആ സമയത്ത് ധ്രുവൻ പറയുകയാണ്, അത് സെറ്റാക്കാം, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേക്കും ശിവരഞ്ജനി ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ പറയാം, നീ ഫോൺ വെച്ചോ, ഞാൻ നിന്നോട് കറക്റ്റായിട്ട് അറിയിച്ചോളാം, നീ അതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി അതിനൊക്കെ തലയാട്ടി സമ്മതമൊക്കെ മൂളുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹാദേവനെയാണ്. മഹാദേവൻ്റെ അടുത്ത് രാധാമണി തങ്കച്ചി ഒന്ന് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തുദ്ദേശിച്ചാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു സൈഡിൽ നിന്ന് അവളെ പുറത്താക്കാനുള്ള എല്ലാ വഴിയും നോക്കുന്നു, മറ്റു സൈഡിൽ നിന്ന് അവളെ പിറന്നാൾ ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് മഹാദേവൻ പറയുവാണ്, കുരുക്ഷേത്ര യുദ്ധത്തിലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ശക്തിയില്ലാഞ്ഞിട്ടാണോ, വേണമെങ്കിൽ അവരെ എല്ലാം ഒറ്റയടിക്ക് കൊല്ലാൻ വേണ്ടി പറ്റുമായിരുന്നു, എന്നിട്ടും അർജുനൻ്റെ തേര് വലിച്ച് പുള്ളി അവിടെ നിന്നു എന്ന് പറഞ്ഞ പോലെ എവിടെ യുദ്ധം ആരംഭിക്കണം എവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ടടി, ഇത് ഞാനൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് ഞാനത് ആഘോഷിക്കുകയും ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പറയുകയാണ്, എടി ഇവളുടെ പിറന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമല്ലേ ഇലക്ഷൻ വരുന്നത്, അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഓരോന്ന് പറയുന്നതെന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് രാധാമണി തങ്കച്ചി പറയുകയാണ്, ഇലക്ഷൻ മനസ്സിൽ കണ്ടിട്ടായിരുന്നു ഈ ആഘോഷം എന്നിങ്ങനെ ഒരു താല്പര്യമില്ലാതെ ചോദിക്കുക. മഹാദേവൻ പറയുക, ഈ തൃശ്ശൂർ റൗണ്ട് ഫുള്ള് കയ്യിലെടുക്കേണ്ട നമ്പർ എന്താണെന്ന് ഈ മഹാദേവൻ അറിയാം, മഹാദേവൻ അതനുസരിച്ച് ചെയ്യുകയും ചെയ്യും, അതിനുള്ള ബുദ്ധിയും ബോധവും എനിക്കുണ്ടെന്ന് പറയുവാണ്. എന്തെപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഈ മഹാദേവന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശ് വീട്ടിലോട്ട് പോകാൻ തുടങ്ങാൻ നേരത്തേക്ക് ഒരാൾ കയറി വന്നിട്ട് പറയും, സാറേ മാനേജർ പോയോ, എൻ്റെ ഈ ഡോക്യുമെൻ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ആദർശ് പറയാണ്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം, എൻ്റെ ലോണിന് അപേക്ഷിച്ചിരുന്നു, ഈ ഡോക്യുമെൻറ്റും കൂടെ വെരിഫൈ ചെയ്ത് മാനേജറിന് ഇന്ന് കൊടുത്തെങ്കിൽ പുള്ളി ഇത് ലോൺ പാസ്സാക്കാമെന്നാണ് പറഞ്ഞത്, നാളെ തൊട്ട് പുതിയ അക്കൗണ്ടിങ് ഇയർ തുടങ്ങുമല്ലേ, അപ്പോൾ എനിക്ക് എന്തായാലും
കിട്ടുകയില്ല സാറേ, ഞാൻ പുതിയൊരു ലോണായിട്ട് അപേക്ഷിക്കേണ്ടി വരും, വലിയ കഷ്ടമാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ആദർശ് പറയും, എനിക്ക് പോവാറായി, ഞാൻ നോക്കട്ടെ, ഒരു സ്റ്റാഫിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവാനിനെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് രഞ്ജിനി ഓഫീസ് വരെ ഒന്ന് വന്ന് പറയുവാണ്. ഓഫീസിലെത്തുമ്പോഴത്തേക്കും ശിവരഞ്ജിനെ സാറിന് വിളിച്ചിട്ട് അവിടെ വരുന്ന ആദർശിൻ്റെ അടുത്ത്. എന്നിട്ട് പറയുക, ഇയാൾക്ക് ഈ ഡോക്യുമെൻ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക, എത്ര സമയം വേണ്ടി വരുമെന്ന് ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല സാർ, ഞാൻ ഫയലൊന്നും കണ്ടില്ലല്ലോ, അതനുസരിച്ച് സമയം എടുക്കും എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ആദർശം പറയാം, 1 മണിക്കൂറിനുള്ളിൽ ഇത് വെരിഫൈ ചെയ്ത് മാനേജറിന് മെയിലും അയക്കണമെന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ശിവരഞ്ജിന് 1 മണിക്കൂറിനുള്ളിൽ പറ്റും തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി പറയുവാണ്, എൻ്റെ പൊന്നുമോളെ എങ്ങനെയും ഒന്ന് സഹായിക്കുക, അടുത്ത അക്കൗണ്ടിങ് ഇയർ നാളെ തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ പുതിയ ലോണായിട്ട് വീണ്ടും ഒന്നേന്ന് അപേക്ഷിക്കേണ്ടി വരും എന്ന് പറയുവാണ്. അപ്പോൾ ആദർശം പറയാം, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക എന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യവും അരിശവും കടിച്ചമർത്തി ശിവരഞ്ജന് പറയാം, ശരി, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വെരിഫൈ ചെയ്ത് മാനേജറിന് മെയിലായിട്ട് അയച്ചോളാം എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മുടെ ധ്രുവനെയാണ്. ധ്രുവൻ്റെ അടുത്തേക്ക് നവീൻ വരുവാണ് കേട്ടോ. നവീൻ വന്നിട്ട് പറയുവാണ്, നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ചാരങ്ങാട് വലിയ ആഘോഷമായിട്ട് ആഘോഷിക്കുമെന്ന് തീരുമാനിച്ചു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ധ്രുവൻ ചോദിക്കുവാണ്, മച്ചാനെ ഇടയ്ക്ക് മുട്ടിന് ഓരോ പ്ലാനൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക നവീനോട്, ഇതിപ്പം ചാരങ്ങാട്ട് ഇങ്ങനെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കുകയെന്ന് നവീൻ ബ്രോ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ പറഞ്ഞു, അതൊക്കെ നീ സമയം പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കും പറയും, നമ്മുടെ ഇടയിലോ ഒരു കള്ളത്തരം പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് പറ ബ്രോ എന്ന് പറയുമ്പം നവീൻ പറയുവാണ്, ചാരങ്ങാട് എന്നെ സഹായിക്കാൻ എനിക്കൊരാളുണ്ട്, പക്ഷെ ആ ആളാരാന്ന് ഇപ്പം നീ അറിയണ്ട, ആളാരാന്ന് അറിയേണ്ട സമയത്ത് അയാൾ എന്നോട് പറയും, ആ സമയത്ത് നിൻ്റെ മുമ്പിൽ അയാൾ വരും എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന കാണിച്ചു തന്നെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ